നമുക്ക് നമുക്ക് വീട്ടിലിരുന്നാലും നമ്മുടെ ഫാമിലി റൺ ചെയ്ത് പോകാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ സംസാരിച്ചതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയത്. പക്ഷേ നമ്മൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ 2 തവണ ACL ലിഗ്മെന്റ് സർജറി ചെയ്തതാണ്. അത് മാറ്റങ്ങളൊന്നുമില്ല. ഏജ് അങ്ങനെ ഒരു മാറ്റമില്ല. അത് ഇതിനു മുമ്പ് നമുക്ക് സിക്നസ്സോ, ഇൽനെസ്സോ എന്ത് പ്രശ്നങ്ങളുള്ളോ അതൊന്നും ഇതിൽ ബാധകമല്ല. ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആട്ടോ. കാര്യം UK-യിലുള്ളവരാണോ UK-യിലോട്ട് വരാൻ പോണവരാണോ ഇതിനെപ്പറ്റി നിങ്ങൾ കാര്യമായിട്ട് അറിഞ്ഞിരിക്കണം. വേറെ ഒന്നിനെയും പറ്റിയല്ല, ഇൻഷുറൻസിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇൻഷുറൻസ് അഡ്വൈസറായിട്ടാണ് UK-യിൽ വർക്ക് ചെയ്യണത്. ഹായ്, എൻ്റെ പേര് റൂബിൻ. ഞാൻ മാഞ്ചസ്റ്ററിലാണുള്ളത്. ഞാൻ ഒരു പ്രൊട്ടക്ഷൻ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ വേണ്ട. റൂബിൻ ബ്രോ, എന്താണ് ശരിക്കും ഈ ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ? ബ്രോയുടെ ജോലി എന്താണ്? നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരുടെ ഇപ്പോൾ ഞാൻ പറയാം, ഒരു പെട്ടെന്നൊരു അത്യാവശ്യം അവരിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ എന്തെങ്കിലും സിക്നസ് ഇൽനെസ് പോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാല് ഫ്രാക്ചറായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നു. ഈ സമയത്തൊക്കെ നമുക്കൊരു ഇൻകം ഇല്ലാത്ത സമയത്ത് നമുക്കൊരു സപ്പോർട്ടിനാണ് നമ്മൾ ഈ പറയുന്ന ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത്. നമുക്കിവിടെ സ്റ്റാറ്റ്യൂട്ടറി പേ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ഇതൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ NHS-ലാണെങ്കിൽ നമുക്ക് സിക്ക് പേ കിട്ടും, അല്ലാത്തതൊക്കെ നമുക്ക് വളരെ ചുരുക്കം പേ കിട്ടുന്നുള്ളൂ. നമുക്കൊരു 100-110 പോണ്ടൊക്കെ കിട്ടുള്ളൂ നമുക്ക് വീക്കിലി. സോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും സമയത്ത്. നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും അതിനൊക്കെ നമുക്ക് വളരെ ഉപകാരമാണ്. പിന്നെ കൂടാതെ നമ്മളിവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ് കാര്യങ്ങൾ കളിക്കുന്നതാണ്. സോ അതിന് നമുക്കൊരു ഫ്രാക്ചർ കവർ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റാണ്. ലൈഫിന് നമ്മുടെ ലൈഫ് കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാനും സോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാത്തിനും കൂടിയുള്ള ഇൻഷുറൻസ് ആണ്. അതാണ് നമ്മൾ ബേസിക്കലി ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് പറയുന്നത്. സോ നമ്മുടെ അവരുടെ ജോബ് അനലൈസ് ചെയ്ത് നമ്മൾ അവരുടെ ഇൻകം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ്, പിന്നെ അവരുടെ ഏജ് കാറ്റഗറി എല്ലാം നോക്കിയിട്ടാണ് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഇൻഷുറൻസിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് കാര്യം, ഞാനും എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് ഒരു ഇൻഷുറൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഇൻഷുറൻസ് മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയണത്, പക്ഷേ കമ്പാരിറ്റീവ്ലി ബ്രോ ഇപ്പോൾ പറയുമ്പം ആ ഒരു ഹ്യൂജ് ഡിഫറൻസ്. കാര്യം ഇപ്പം നമ്മളാരും ഒരു അസുഖം നമുക്ക് വരുമെന്ന് ഒരിക്കലും നമുക്ക് എന്താ പറയണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ക്യാൻസർ വരുമെന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ 2 തവണ ACL ലിഗ്മെന്റ് സർജറി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ റൂബിൻ ബ്രോ പറഞ്ഞപ്പം ഈ ഫ്രാക്ചർ ഇൻഷുറൻസ് ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് തോന്നിയത്. ഈവൻ അതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ അടയ്ക്കേണ്ട തുകയാണെങ്കിലും എല്ലാം ഒരു നമ്മളെ കൊണ്ട് താങ്ങണ ഒരു റേറ്റാണ് വന്നത്. വലിയൊരു ഹ്യൂജ് എമൗണ്ട് വന്നില്ല. അതാണ് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ. അത് തന്നെയാണ് ബേസിക്കലി. ഞാൻ എല്ലാവരും ഇൻഷുറൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് ഇൻഷുറൻസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതുകൊണ്ട് അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടൊരു ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് വരാനാണ് ഞാൻ ഈ ഫ്രാക്ചർ. കാരണം നമ്മൾ ഒരു ക്രിക്കറ്റ് ടീം എനിക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ MPL എന്ന് പറഞ്ഞൊരു ഇതിൽ. സോ അതിലൊക്കെ നമ്മൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഫ്രാക്ചർ ആവുന്നു, ഈ മറ്റേ മൈനർ ഫ്രാക്ചേഴ്സും ലൈക്ക് ഫിംഗർ ഒന്ന് ഫ്രാക്ചർ ആവുന്നു, നമ്മളല്ലെങ്കിൽ വീഴുന്നു, ലെഗ്മെന്റ് ടീർ ആവുന്നു. മറ്റേ ഇപ്പോൾ ടെന്നീസ് കളിക്കുന്ന ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ലെഗ്മെന്റ് ടീർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ഫ്രാക്ചർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. സോ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഇരിക്കുകയല്ലേക്ക് നമുക്ക് വേറൊരു ഇതില്ല. നമുക്ക് ആ സമയത്ത് ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഫ്രാക്ചർ കവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കവർ തന്നെ ഉണ്ട് നമുക്ക് തന്നെ. സോ അതിന് നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ, ലൈക്ക് എനിക്ക് എമൗണ്ടിൽ പറയാൻ പറ്റില്ല. സോ ബേസിക്കലി നമുക്ക് റൂളുകളുണ്ട്. നമുക്ക് വളരെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ചെറിയൊരു എമൗണ്ടിൽ, അത് ഫിക്സഡ് എമൗണ്ട് ആണ്. നമുക്ക് അത് മാറ്റങ്ങളൊന്നുമില്ല. ഏജ് അങ്ങനെ ഒരു മാറ്റമില്ല. അത് ഇതിനു മുമ്പ് നമുക്ക് സിക്നസ്സോ ഇൽനെസ്സോ എന്ത് പ്രശ്നങ്ങളുള്ളോ അതൊന്നും ഇതിൽ ബാധകമല്ല. ഇപ്പം എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്കിത് എടുക്കാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത് എല്ലാം ഒരു കുഴപ്പമില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ ഒരു പറഞ്ഞതൊരു മെയിൻ പോയിന്റാണ്. കാര്യം നമ്മുടെ നോർമൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക്സ് ആണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് റേറ്റ് മോളിൽ പോവും, നമുക്ക് ഇൻഷുറൻസ് കിട്ടാതിരിക്കും. ഇതിന് അങ്ങനെയുള്ള യാതൊരു തടസ്സങ്ങളും ഇല്ല. പിന്നെ അപ്പം നിങ്ങൾ ഓർക്കും അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടോ, ഇത് പറ്റിപ്പാണോ എന്ന് ഓർക്കും. പക്ഷേ
ഇതിൽ മെയിൻ സ്ട്രൈക്കിംഗ് ആയിട്ട് ഇത് കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയണ്ടായിരുന്നു വെയിൽസിൽ ഇപ്പോൾ ബ്രോയുടെ ഒരു ഫ്രണ്ടിന് ഇത് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഈ ഇൻഷുറൻസിന്റെ വേറെ ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ബേസിക്കലി ഇത് നമ്മളൊരു യൂണിറ്റുകളായിട്ടാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളൊരു 5 യൂണിറ്റ് വരെയുണ്ട്. നമുക്കിപ്പോൾ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈനർ ഫ്രാക്ചർ ആണ്. മൈനറും ഉണ്ട് മേജർ. ഒരു മൈനർ ഫ്രാക്ചർ ആണെങ്കിൽ ഒരു 250 പൗണ്ട് മുതൽ 1250 പൗണ്ട് വരെ നമുക്ക് മൈനർ ഫ്രാക്ചറിന് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമ്മൾ മേജർ ആണെങ്കിൽ നമുക്കൊരു 1000 പൗണ്ട് മുതൽ 5000 പൗണ്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് എല്ലാം ഫിക്സഡ് ആണ് എമൗണ്ടുകൾ. നമുക്ക് ഇത് കൂടാതെ നമുക്ക് വന്ന ലെഗമെന്റ് ടിയർ, പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്ക് ഡിസ്ലൊക്കേഷൻ. യൂഷ്വലി കെയർ റൂമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. വെയർഹൗസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഡിസ്ലൊക്കേഷൻ വരുന്നത്. ഈ ഡിസ്ലൊക്കേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് രസം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ക്ലെയിമിങ്ങിന് പോകാൻ പറ്റുന്ന കേസാണ്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഇത് എന്തെങ്കിലും നമുക്ക് ഡിസ്ലൊക്കേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് മേജറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് കൂടാതെ നമുക്കൊരു ആക്സിഡൻ്റൽ കവർ ഇതിലുണ്ട്. അതിൽ ആക്സിഡൻ്റൽ കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ മരിച്ചു പോകും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 40,000 പോലെ ഒരു 2 ലക്ഷം പൗണ്ട് വരെ നമുക്ക് ക്ലെയിം കിട്ടും. കൂടാതെ ഈ ഇതിൽ തന്നെ നമുക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി ആയിപ്പോയി നമുക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിനും നമുക്ക് ഏകദേശം 50,000 മുതൽ 2.5 ലക്ഷം പൗണ്ട് വരെ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ് അതിൽ. പിന്നെ ഇത് കൂടാതെ നമ്മൾ നോൺ ഇതായിട്ട് നമ്മൾ മരിക്കുകയാണ്, നമ്മളല്ല നോർമൽ ഡെത്ത് വല്ല ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ഫസ്റ്റ് ഇയറിൽ എന്തോ റീഫണ്ട് നമുക്ക് ഈ ഫുൾ എമൗണ്ട് റീഫണ്ട് തരുമോ. പിന്നെ കൂടാതെ നമുക്ക് ഹോസ്പിറ്റലൈസേഷന് ബെനിഫിറ്റ് ഉണ്ട്. ഈ ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ഇത്രയും ബെനിഫിറ്റ് വരുന്നത്. ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് നമുക്ക് 24 മണിക്കൂറിന് മുകളിൽ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് അനുസരിച്ചാണ്. ഒരു മിനിമം ചെറിയ യൂണിറ്റ്, ഒരു യൂണിറ്റ് എടുക്കുന്ന ആൾക്ക് വരെ നമുക്കൊരു ഏകദേശം ഒരു 50 പൗണ്ട് വെച്ച് നമുക്ക് തുടങ്ങും. എക്സ്ട്രാ നമുക്കിതിൽ നമുക്കൊരു ചെറിയ എമൗണ്ടും കൂടി, ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന എമൗണ്ട് ഉള്ളൂ കേട്ടോ അതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് കവറിൽ ആഡ് ചെയ്യാം. ഒരു കൊച്ചല്ല എത്ര കൊച്ചിനും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അവർക്ക് ഇതേ ഫ്രാക്ചർ കവേഴ്സ്, എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും, അവർക്കും നമുക്ക് ഈ ഫ്രാക്ചർ കവർ ഇതിൽ ആഡ് ചെയ്യാം. ഇതേ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് കൊടുക്കാം. ഇതുപോലെ അത് കൂടാതെ ഇതിൽ വേറെ കുറേ മറ്റേ ബ്ലൈൻഡ്നെസ്, ബേൺ, കിഡ്നി റീപ്ലേസ്മെന്റ്, അങ്ങനെ ഓർഗൻ റീപ്ലേസ്മെന്റ്, കപ്പിൾ ഓഫ് അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളൊക്കെ അത് കൂടാതെ വേറെ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം ഉറപ്പ് പറയാണ്, നിങ്ങൾ വിചാരിക്കണേക്കാളും വളരെ കുറവാണ് ഇതിൻ്റെ റേറ്റ് എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയണം, അപ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് വീഡിയോയിൽ അതിൻ്റെ റേറ്റ് പറഞ്ഞ് ഇത്രേ ഉള്ളൂ, ഇതൊരു കച്ചവടമല്ല. നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റൂബിൻ ബ്രോയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എടുത്തില്ലെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാര്യം എനിക്കിത് ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ട് തോന്നി. കാര്യം ഇങ്ങനെയും UK ഒരു ഇൻഷുറൻസ് ഉണ്ട്. കാര്യം ഞാൻ UK വന്നിട്ട് 4 വർഷമായി. ഇന്നേ വരെ ഒരാൾ പോലും ഈ ഇൻഷുറൻസിനെ പറ്റി, ഈ ഒരു 3 മാസം മുമ്പ് ഈ ബ്രോ ഞങ്ങൾ അതായത് റൂബിൻ ബ്രോ ഇവിടെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് ഓൺ ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്ററിലെ ഒരു പേര് കേട്ട ക്രിക്കറ്റ് ക്ലബ്ബ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം ഈ പ്ലെയേഴ്സിന് കണ്ടമാനം ഇഞ്ചേർഡ് ആവുന്നുണ്ട്. നമ്മളൊരു ക്യാച്ച് പിടിക്കുമ്പോൾ ഈവൻ നമ്മുടെ കൈക്കൊരു ഇത് പറ്റിയാലും ഈ ഇൻഷുറൻസ് കവറാണ്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയി AC പറ്റിയാലും എന്ത് പറ്റിയാലും, ഈവൻ നമ്മളിനി കളിക്കാൻ പോയി നമുക്ക് പരിക്ക് പറ്റി ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റലൈസിൽ, അതും 24 മണിക്കൂറിന് മേപ്പോട്ടായി കഴിഞ്ഞാൽ അതിന് വരെ നമുക്ക് ക്ലെയിം കിട്ടും. അതിന് വരെ നമുക്കൊരു 50 കൊണ്ടാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നിട്ടില്ലേ, ആക്സിഡൻ്റൽ കവറിൽ ഹോസ്പിറ്റലിൽ കിടക്കണം 24 ഹവേഴ്സിന് മുകളിൽ, അതിൻ്റെ 24 ഹവേഴ്സിന് മുകളിൽ കടന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിൽ ഒത്തിരി ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ ഒരിക്കലും എടുക്കാമെന്ന് പറയണത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ റൂബിൻ ബ്രോനെ വിളിക്കാം. ഇപ്പം ഈവൻ എനിക്കിപ്പോൾ പേഴ്സണലി അറിയാം, ഞാനിപ്പോൾ 4 വർഷമായി. ഈവൻ നമുക്ക് ഒരു കൈ ഒടിഞ്ഞു, നമുക്കൊരു പ്രൈവറ്റിൽ പോയി ഒരു സ്കാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 300 പൗണ്ട്സ് ആണ് ആവണം. കാര്യം റൂബിൻ ബ്രോ പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ഞങ്ങൾ പറയാൻ കാരണം, ഈ ഫ്രാക്ചർ ഇൻഷുറൻസിനെ പറ്റി എടുത്തു പറയാനുള്ള കാര്യം അതിൻ്റെ ഒരു മാസം അടയ്ക്കേണ്ട തുകയും ചെറുതാണ്. പക്ഷേ അതിൽ നമുക്ക് കിട്ടണത്, ഈവൻ ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ, ഈവൻ പറ്റിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലിരുന്നാലും നമ്മുടെ ഫാമിലി റൺ ചെയ്ത് പോകാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ സംസാരിച്ചതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. എടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഇതും സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. സോ എന്നേക്കാളും കൂടുതൽ ആവശ്യം
നിങ്ങൾക്കാണ്. സോ ഞങ്ങൾ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുള്ളൂ നമുക്ക്. എടുക്കുകയോ എടുക്കാതിരിക്കുക അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് യു കെ ചാനൽ. ബൈ.